ഗുഡ് മോർണിംഗ് യൂട്യൂബ്. നല്ല ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ മഴ ദിവസമാണ്. രാവിലെ തുടങ്ങി ചെറുതായിട്ട് മഴ ചാറുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. മക്കൾക്കൊക്കെ ചെറുതായിട്ട് പനിയുടെ ജലദോഷത്തിൻ്റെ ഒക്കെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് വരുന്നു പോകുന്നു, അവർക്ക് കുട്ടികൾക്ക് കുഴപ്പമില്ല, പക്ഷെ നമുക്കും ആ കൂടെ പിടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നലെ തൊട്ട് ഒരു ജലദോഷത്തിൻ്റെ ശല്യമുണ്ട്. അതുകൊണ്ട് സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ വീട്ടിലോട്ട് രണ്ട് പ്രായമുള്ള ആൾക്കാർ കടന്നു വന്നത്. അപ്പോൾ അവരെ ഇന്നൊരു ജോലിക്ക് വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ അവർ വന്നു, കാര്യങ്ങൾ ചെയ്തു പോയി. അപ്പോൾ അവരുടെ ജോലിയെപ്പറ്റിയും ഓസ്ട്രേലിയയിൽ പൊതുവെ പ്രായമുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ഓക്കെ, ഞാനിന്ന് രണ്ടുപേരെ ചെറിയൊരു ജോലിയുടെ ആവശ്യത്തിന് വിളിച്ചിരുന്നു. നമ്മുടെ ഫ്രണ്ട് ലോണിൽ ഒത്തിരി ലോണൊന്നുമില്ല. നേച്ചർ സ്ട്രിപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നേച്ചർ സ്ട്രിപ്പാണ്. അതായത് റോഡിനോട് അടുത്ത് കിടക്കുന്ന ചെറിയ പുല്ലിൻ്റെ സ്ട്രിപ്പിനാണ് നേച്ചർ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അത് വലിയ വലിപ്പമുള്ളതൊന്നുമല്ല, ചെറുതാണ്. ബാക്ക് സൈഡ് വന്നിട്ട് നമ്മൾ സിന്തറ്റിക് ഗ്രാസുമാണ് ഇട്ടേക്കുന്നത്. അപ്പം പുറയിൽ അത്രയും പുല്ല് വളരത്തില്ല, പക്ഷേ ഫ്രണ്ടിൽ പുല്ല് വളർന്ന് ഏകദേശം ഈ ലെവലിലൊക്കെ പുല്ല് വളർന്നിട്ടുണ്ട്. നമ്മൾ സാറിന് കട്ട് ചെയ്തൊരു 5 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്ററൊക്കെ കനത്തിനാണ് നിർത്തുന്നത്. അപ്പോൾ അത് ഒരു 1.5 മാസമായിട്ട് അവർ വന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് അങ്ങനെ അവരെല്ലാം കറക്റ്റായിട്ട് 1 മാസം 1.5 മാസം കൂടുമ്പോൾ വരുന്നതാണ്. ഇതിപ്പോൾ ഒരു 2 മാസത്തോളം ആയെന്ന് തോന്നുന്നു വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്താ കാര്യമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ ആളെ കണ്ടുപിടിക്കണോ എന്നൊക്കെ ചിന്തിച്ചിരുന്നപ്പോൾ അവരിന്ന് വന്നു. ഇന്ന് വന്നപ്പോഴത്തേന് അവർ പുല്ല് വെട്ടുന്ന കാര്യം കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത് അവരെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം പൊതുവെ ഓസ്ട്രേലിയയിലെ വാർദ്ധക്യകാലത്ത് ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഒന്ന് കണ്ട് അറിഞ്ഞിരിക്കാനായിട്ട് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഭർത്താവും ഭാര്യയും ഒരു കപ്പിളാണ് അവർ. അപ്പോൾ ഭർത്താവിന് ഏകദേശം ഒരു 80, 83, 84 വയസ്സ് പ്രായമുണ്ടാകും. ഭാര്യയ്ക്ക് കുറഞ്ഞ ഒരു 80 വയസ്സിനടുത്ത് പ്രായമുണ്ടാവും. അപ്പോൾ ഇവർ രണ്ടുപേരും എല്ലാ ദിവസവും ആരുടെയെങ്കിലുമൊക്കെ പുല്ലുകൾ പോയി വെട്ടി പൈസ മേടിക്കുക എന്നുള്ളതാണ്. അത് വലിയ എമൗണ്ടൊന്നും അല്ല കേട്ടോ. $20 ഞാൻ ഇന്ന് വെട്ടാൻ കൊടുത്ത് $20 കൊടുത്തുള്ളൂ. അപ്പോൾ $20, $30 റേഞ്ചിൽ നല്ലതായിട്ട് പുല്ലും വെട്ടി വീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളയൊക്കെ ഉണ്ടല്ലോ, അത് വളർന്നു വരുന്ന ചെറിയ ചെടികളും അതും ഇതൊക്കെ പറിച്ച് കളയുകയും എല്ലാം ചെയ്യുന്നത് വെറും $30 ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു താളമുണ്ട്, ഒരു ഋതമുണ്ട് ഇവിടുത്തെ പുല്ല് വളരുന്നതിന്. അതായത് സമ്മറിൽ വേഗത്തിൽ വളരുകയും വിൻ്ററിൽ വേഗം കുറഞ്ഞ് വളരുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്നാൽ ചിലയിടങ്ങളിൽ തിരിച്ചും വരുന്നുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. സമ്മറിൽ നമുക്കിവിടെ പുല്ല് വെട്ടുക എന്ന് പറഞ്ഞാൽ 3 ആഴ്ച കൂടുമ്പം 3 ആഴ്ച എന്ന് കൂട്ടിക്കും. 3 ആഴ്ച കൂടുമ്പോഴത്തേന് പുല്ല് വെട്ടാനായിട്ട് ആൾക്ക് ഇവർ വരും. പിന്നെ വിൻ്റർ ആയി കഴിയുമ്പോൾ അത് 1 മാസം 1.5 മാസമാകും. അന്നേരത്തേനെ പുല്ല് വളർന്ന് ആ ലെവലിലെത്തിക്കുള്ളൂ. ഇതൊരു പ്രത്യേക ഋതത്തിലാണ് ഓടുന്നത്. അവരുടെ ജീവിതം എന്ന് പറയുന്ന ഒരു ശാന്തമായ സംഗീതം പോലെയാണ്. അതായത് ഓരോ പ്രത്യേക സീസണിലും ഓരോ തരത്തിലുള്ള ഓരോ ജോലികൾ ഇവർ തീരുമാനിക്കുന്നത്. പുല്ലുവെട്ടൽ മാത്രമല്ല, ഗാർഡനിങ്ങും ഇവർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം പറഞ്ഞ വെജി പാച്ച് എന്ന് പറയും, ചെറിയ ബോക്സുകൾ ബാക്കിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് പച്ചക്കറികൾ വളർത്താം. എല്ലാ കാലഘട്ടത്തിലും പലതരത്തിലുള്ള പച്ചക്കറികൾ വളർത്താൻ പറ്റും. അതായത് ഓരോ സീസണിലാണല്ലോ പച്ചക്കറികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു സീസണിൽ അവിടെ വളർത്തുക, ആ സമയത്തിന് 6 മാസം കഴിയുമ്പോഴത്തേനും അത് കഴിയും. അപ്പോൾ അടുത്ത സീസണായി. അപ്പോൾ അതങ്ങനെ. അപ്പോൾ അതുപോലും ഇവർ വന്ന് ചെയ്തു തരും. നമ്മൾ ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയായിട്ടെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തു തരും. ഒരു ഗാർഡനിങ്ങിനോടുള്ള അവരുടെ ഒരു പാഷൻ ഭയങ്കരമാണ്. നിങ്ങൾക്കറിയാം, ഓസ്ട്രേലിയയിൽ എല്ലാവർക്കും പെൻഷനും വാർദ്ധക്യകാല കെയറുകളും മെഡിക്കെയറും എല്ലാം നല്ല ഗവൺമെൻറ് നല്ല പ്രോപ്പറായിട്ടാണ് പ്രായമുള്ള ആൾക്കാരെ ഇവിടെ നോക്കുന്നത്. എന്നിരിക്കലും ഇവർ എന്തുകൊണ്ടാണ് പിന്നെ ജോലി ചെയ്യുന്നതെന്നറിയാമോ? ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അടങ്ങാത്ത പാഷനാണ്. അതായത് ഈ വീടുകളിലൊക്കെ പോയി ഇത് ചെയ്തു കൊടുക്കുന്നത്, അവർക്കത് പ്രോപ്പറായിട്ട് ചെയ്ത് തീർന്ന് കാണുന്നത് ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അതായത് വീടുകളിലൊക്കെ പോയി അവരിത് പോയി ഫിക്സ് ചെയ്ത് കൊടുത്ത് പുതിയ സാധനങ്ങളൊക്കെ ചേർത്ത് പുല്ല് വെട്ടിക്കൊടുത്ത് അത് പിന്നെ കാണുമ്പോഴത്തേന് അവർക്കൊരു സന്തോഷമാണ്. അതുമാത്രമല്ല, ജീവിതം മുഴുവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു നോട്ടം കൂടി ഉണ്ട്. അതായത് നമ്മൾ എന്ന് വർക്ക് സ്റ്റോപ്പ് ചെയ്ത് വീട്ടിൻ്റെ അട്ടത്ത് കയറി ചാരുകസേര കയറിയോ അതോടെ നിങ്ങളുടെ കാര്യം അവസാനിച്ചു എന്ന് കരുതും. നമ്മുടെ ഒരു ബോഡി ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർമാർ പറഞ്ഞു കേട്ടിരിക്കുന്നത്, അതായത് നമ്മുടെ ശരീരം അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ബ്ലഡ് ഫ്ലോ ഉണ്ടാകും. ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നതനുസരിച്ച് നമ്മുടെ ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു എക്സസൈസ് ഇൻസൈഡ് നടക്കുന്നുണ്ട്.
നമ്മൾ ഔട്ട്സൈഡ് ഒരു എക്സസൈസ് കൊടുക്കുന്നു, ഇൻസൈഡിലും പ്രോപ്പറായിട്ട് അത് നടക്കുന്നുണ്ട്. അപ്പോൾ കാലാണെങ്കിൽ കുറേ നാൾ കാലം ഒരു ദിവസം മടക്കി വെച്ച് കെട്ടി വെച്ച് നടന്നു വയ്ക്കുക, ഒരിക്കലും ആ കാല് പിന്നെ നിവർക്കാൻ പറ്റത്തില്ല, അതങ്ങനെ അങ്ങ് ഫ്രീസ് ആവുകയോ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് പറഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക, ഒരു നിമിഷം പോലും ചുമ്മാതിരിക്കാൻ ഇഷ്ടമില്ല. മടി എന്ന് പറഞ്ഞ സംഭവം ഇവരെ തൊട്ട് തീണ്ടിയിട്ടില്ല. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ. ഞാൻ പറയുന്നത് എല്ലാ ഓസ്ട്രേലിയൻസും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്. ഏകദേശം ഒരു 50-60% ആൾക്കാർ പ്രായമുള്ളവരെ എപ്പം നോക്കിയാലും നമുക്ക് കാണാം, എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ പണി ചെയ്തിരിക്കും. ഓരോ ദിവസം രാവിലെ എണീറ്റ് പോകുന്നു, എന്തെങ്കിലും പണി ചെയ്യുന്നു, പിന്നെയും തിരിച്ചു വരുന്നു, പിറ്റേ ദിവസം പോകുന്നു, അടുത്ത സ്ഥലത്തുനിന്ന് പോയി ഒരു മോവർ മേടിക്കുന്നു, അത് വീട്ടിൽ കൊണ്ടിടുന്നു, അഴിച്ചു പറിക്കുന്നു, അത് പണിയുന്നു, അത് പണിത് റെഡിയാക്കിയതിന് ശേഷം അപ്പുറത്തുനിന്ന് പിറ്റേ ദിവസം ഒരു കാർ മേടിക്കുന്നു, ആ കാർ മേടിച്ച് അതിൻ്റെ എഞ്ചിൻ മുഴുവൻ അഴിച്ച് പീസാക്കുന്നു, അത് പണി. ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരാണ് ഓസ്ട്രേലിയൻ നമ്മുടെ ഒരു 1-2 ജനറേഷൻ മുമ്പുള്ള ആൾക്കാർ, നല്ല പ്രായമുള്ളതെന്ന് പറയുന്ന ആൾക്കാർ. നമ്മുടെ ബാക്ക് യാർഡ് മുഴുവൻ കുളമായി കിടക്കുകയാണ്. ഇത് സവർ ഗ്രാസ് എന്ന് പറഞ്ഞ ഒരു പുല്ലാണ്. ഇതിൻ്റെ തണ്ട് ഇവിടുത്തെ കുട്ടികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കടിച്ചു തിന്നുന്നതാണ്. സവർ ഗ്രാസ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ചെറിയ പുളിയുണ്ട്, നമ്മുടെ പുളിയുടെയൊക്കെ ഒരു ടേസ്റ്റ്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ളതാണ്, വലിച്ചങ്ങനെ പറഞ്ഞു വലിയ ടൈപ്പാണ്. അപ്പോൾ അതും കൂടെ അവരോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ വരും. ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇടാം. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്, എല്ലാം വളരെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ $20 എന്ന് പറയുന്നത് ഒന്നുമല്ല. നമുക്കൊരു കാപ്പി മേടിക്കാൻ കടയിൽ പോയി ഒരു കാപ്പി മേടിക്കുന്ന പൈസയാവുന്നുള്ളൂ $20 എന്ന് പറയുന്നത്. പക്ഷേ അത് അവർക്ക് ആ പൈസ കൊണ്ട് ഒന്നുമില്ല, കാരണം അവർ കൂട്ടി വെക്കുന്നില്ല. അന്നന്ന് കാര്യങ്ങൾ നടക്കുക എന്നുള്ള കാര്യം മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അവരുടെ പിള്ളേർക്ക് വേണ്ടി അവർ കരുതി വെക്കുന്നില്ല. അവർ സ്വന്തമായിട്ട് ആ കിട്ടുന്ന പൈസ അവർക്കൊരു ചെറിയ റിവാർഡ് പോലെ അവർ അപ്പുറത്തോട്ട് പോയി ഒരു കാപ്പി കുടിക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. അതിന് ഉള്ള സാധനമേ ഉള്ളൂ. പക്ഷേ അവർ വന്ന് എപ്പോഴും വർക്ക് ചെയ്യുന്ന അവരുടെ വർക്കിനോടുള്ള ഡെഡിക്കേഷനും അവരുടെ ആ ചെയ്യുന്ന വർക്കിനോടുള്ള പാഷനും ഒക്കെ മുഖാന്തരമാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാരോട് സംസാരിക്കുന്നത്, അവരെ ഇറങ്ങുന്നത്, ഫ്രഷ് എയർ എടുക്കുന്നത്, ഇങ്ങനെ പോയി വെളിയിൽ കൂടെ ഇറങ്ങി നടക്കിയ ആൾക്കാരോട് സംസാരിക്കുന്നത് ഐ എം ഗോയിങ് ടു ഹാവ് സം ഫ്രഷ് എയർ എന്നാണ് പറയുന്നത്. അതായത് നടക്കുക. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളോടുള്ള ഇവരുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാണെന്ന് വേണം അത് കരുതാൻ. എത്ര വയസ്സായ പോലും ഞാൻ ഉപകാരപ്രദനായ ഒരു വ്യക്തിയാണെന്ന് അവർ സ്വന്തമായിട്ട് തന്നെ മനസ്സിൽ ഉറപ്പിക്കാനുള്ള ഒരു കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ പറ്റുന്ന ഒരവസരത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ മേലാത്തൊരു കാര്യത്തിൽ അവർ ചെയ്യുകയല്ല ചെയ്യുന്നത്. അവർക്ക് പാഷനുള്ള കാര്യങ്ങൾ, അല്ല പുതിയ ജോലി പോയി കണ്ടുപിടിച്ച് വേറെ അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. ഒരു പാഷനുള്ള കാര്യം ചെറുതായിട്ടാണേലും വീട്ടിലാണേലും ചെയ്ത്. ഇപ്പോൾ ചില ആൾക്കാർക്ക് കാർപ്പൻട്രിയാണ് ഇഷ്ടം. കാർപ്പൻട്രി ഇഷ്ടമുള്ളവർ എന്നാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കുക, വെറുതെ വെച്ച് വീടി വെച്ച് വിൽക്കുക. അതായത് ഈ പറയുന്ന പോലെ പട്ടിക്കൂടുകൾ, കിളിക്കൂടുകൾ, കോഴിക്കൂടുകൾ, ഇതൊക്കെ നമുക്ക് വീട്ടിലുള്ള ഇവിടെ നല്ല പൈസയാണ് അതിനൊക്കെ. $200 $250. ഇവരത് ഉണ്ടാക്കിയിട്ട് $50 നോക്കുമ്പോൾ ആൾക്കാർ ഒന്ന് നല്ലതായിട്ട് മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുമായിരുന്നു. എന്നാൽ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് എന്ന് പറയുന്നത് $20 $30 ഉള്ളൂ ഒരാളുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 4 വീടൊക്കെ പോയി ചെയ്യുമായിരിക്കും. അതിനുള്ളതേ ഉള്ളൂ. 4 2 8 $80 കിട്ടിക്കഴിഞ്ഞാൽ എന്താവാനാണ്. അപ്പോൾ ഇതൊന്നുമല്ല, സർക്കാർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സകല ധനസഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റെൻ്റൽ ഹൗസ് ആണെങ്കിൽ റെൻറ്റിനുള്ള കാര്യങ്ങൾ, ഇവർക്ക് ചിലവിൻ്റെ വീടുകളാണ് അത്, അങ്ങനെ സർക്കാരിൻ്റെ സഹായങ്ങൾ, മെഡിക്കെയർ സൗകര്യങ്ങൾ, അതുമാത്രമല്ല ഇവരുടെ പെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന കാലത്തോളം സൂപ്പറാനുവേഷനിലേക്കും പെൻഷൻ ഫണ്ടിലേക്കും ഒക്കെ നമ്മൾ പൈസ ഇടുന്നുണ്ട്. അപ്പോൾ ജോലി കഴിയുമ്പോഴത്തേന് അത് നമുക്ക് തിരിച്ചു കിട്ടുക ചെയ്യുന്നത്. അവർ പ്രോപ്പറായിട്ട് എല്ലാ മാസവും ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു തരിക ചെയ്യുന്നത്. അപ്പോൾ അതും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അവർക്ക് കഴിയാൻ അത് മതി. ധാരാളം അത് കഴിച്ച് നമ്മുടെ നാട്ടിലെ ഒരാളാണെങ്കിൽ ധാരാളം അത് കിട്ടി കഴിയുമ്പോഴത്തേന് വീട്ടിലിരിക്കുകയും അത് ഉപയോഗിക്കുകയും അത് ഉപയോഗിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വളരെ ആക്റ്റീവായിട്ടും അവർക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്ന വ്യക്തികളാണ്. സർക്കാരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്, ഈ സർക്കാർ എന്ന പദം അത് എവിടെ നിന്ന് വന്നു? ഇന്നത്തെ നമ്മുടെ വേർഡ് ഓഫ് ദ ഡേ സർക്കാർ എന്ന പദമാണ്. നിങ്ങൾക്കറിയാമോ അതിൻ്റെ അർത്ഥം? അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. സർക്കാർ എന്ന പദം ഇന്നത്തെ വേർഡ് ഓഫ് ദ ഡേ ഇത് വന്നിരിക്കുന്നത് പേർഷ്യൻ ഭാഷയിൽ നിന്നും അറബി ഉറുദു ഭാഷയിൽ നിന്നും ഹിന്ദിയിലേക്കും അവിടെ നിന്ന് മലയാളത്തിലേക്കും വന്നെത്തിയ ഒരു പദമാണ് സർക്കാർ എന്ന പദം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഹിന്ദിയിലെ അർത്ഥവും മലയാളത്തിലെ അർത്ഥവും ഒന്ന് തന്നെയാണ്. ഇത് പർഷ്യൻ ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സർ എന്ന് പറഞ്ഞാൽ ടോപ്പ് അല്ലെങ്കിൽ തല അല്ലെങ്കിൽ അപ്മോസ്റ്റ് എന്നൊക്കെയാണ് സർ എന്ന് പറഞ്ഞ അർത്ഥം.
കാരം എന്ന വേർഡ് അല്ലെ കാർ എന്ന വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചെയ്തി എന്നാണ്. ഇതിൻ്റെ സിമിലറായിട്ട് ഹിന്ദിയിലും അങ്ങനെയുണ്ട്. സാറിനെ സിർ എന്ന് പറയാം. കാറിന് കർണ എന്നൊക്കെ പറയുന്ന ആ വേർഡും ഇതെല്ലാം സിമിലാരിറ്റി ഉള്ള വേർഡുകളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്ന് പേർഷ്യൻ ഭാഷയിൽ നിന്ന് എത്തിയ പദമാണ് സർക്കാർ എന്ന് പറയുന്നത്. ഇതിന് തുല്യമായിട്ട് സംസ്കൃതത്തിലും ഒരു വേർഡുണ്ട്. സർവകാരം എന്ന് പറയുന്ന ഒരു വേർഡ് ഇതിനോട് തുല്യമായിട്ടാണ്. പക്ഷേ അത് സർവകാരത്തിൽ നിന്നല്ല സർക്കാർ വന്നിരിക്കുന്നത്. അവിടെ സൗണ്ട് സിമിലർ ആണെന്നുള്ളതേ ഉള്ളൂ, അർത്ഥവും സിമിലറാണ്. പക്ഷേ അതിൽ നിന്നല്ല വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങൾക്ക് ഈ പദം കേൾക്കുമ്പോൾ ഇതിൻ്റെ ഉൽപ്പത്തിയും ഇതിൻ്റെ ചരിത്രവും ഓർമ്മ വരുമല്ലോ. ഇനി നാളത്തെ പദം എന്ന് പറയുന്നത് കേരളം എന്നുള്ള പദമാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേരാണ്. ചിലർക്കെങ്കിലും അറിയാം ഇതിൻ്റെ അർത്ഥവും. ഇത് കേരം തിങ്ങും കേരള നാട് തന്നെ, അതായത് തെങ്ങുള്ളത് കൊണ്ടാണ് കേരളം എന്ന് വരുന്നതെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അത് മാത്രമാണോ? നമുക്കൊന്ന് നോക്കാം നാളെ. ഇച്ചിരി വലിയ സബ്ജക്റ്റാണ്, എന്നാലും നമുക്ക് നാളെ നോക്കാം. അപ്പോൾ സർക്കാർ എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി, എങ്ങനെ വന്നു, എവിടെ നിന്നുള്ള ഹിസ്റ്ററി നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സർക്കാർ ഇവർക്ക് ആവശ്യത്തിൽ കൂടുതലും സഹായം കൊടുക്കുകയും മെഡിക്കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിലുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം ഒരു സർജറിക്ക് പോയിരിക്കുകയായിരുന്നു പറഞ്ഞത്, അതുകൊണ്ടാണ് ലേറ്റ് ആയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സർക്കാരാണ് അതിൻ്റെ സഹായം ചെയ്ത് കൊടുക്കുന്നത്. അതിന് എമൗണ്ട് ഒന്നും കൊടുക്കണ്ട. ഇവർക്കൊരു കാർഡുണ്ട്, ഞങ്ങൾക്കെല്ലാം ഉണ്ട് ആ കാർഡ്, മെഡിക്കെയർ കാർഡ് എന്ന് പറയും. മെഡിക്കെയർ കാർഡിൽ തന്നെ ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം ചെയ്യാം. പ്ലസ് ഇപ്പോൾ എന്തെങ്കിലും സർജറിയൊക്കെ വരികയാണെങ്കിൽ ഇൻഷുറൻസും എടുക്കേണ്ടി വരും. അപ്പോൾ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് വലിയ എമൗണ്ടൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ സിറ്റിസൺസ് ആണെന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടൊന്നും നമ്മൾ കൊടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ അതിന് ഉപരിയായിട്ട് ഇവർക്ക് പെൻഷനും ഉണ്ട്. എന്നാൽ ഇവർക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലിരുന്ന് ഒന്നും ചെയ്യാതെ ഇരുന്ന് സമയം ടിവിയും കണ്ട് സമയം കളഞ്ഞാൽ മതി. നമ്മുടെ നാട്ടിലെ ആൾക്കാരതാ ചെയ്യുന്നത്. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർ ജീവനുള്ളിടത്തോളവും, അതായത് എന്താ പറയുന്നത്, മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് ഓസ്ട്രേലിയൻസ് ഭൂരിഭാഗം ആൾക്കാർ. ഇതൊരു ചെറിയ കഥയാണ്. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വിശ്രമം ആവശ്യമാണ്, കഠിനാധ്വാനം ആവശ്യമാണ്. ഒരു പുല്ല് പോലെ നമ്മൾ വളർന്നു വരികയും അതിൽ നിന്ന് മുറിക്കപ്പെടുകയും നമ്മൾ അടുത്ത രീതിയിലേക്ക് വളരുകയും ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ പ്രായമായ ദമ്പതികൾ എനിക്ക് വളരെ മോട്ടിവേഷൻ തരുന്ന ആൾക്കാരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, ഇവരുടെ കഥയെന്ന് പറയുന്നത്, ഇവർ നേരത്തെ നല്ല പൊസിഷനിലിരുന്ന ആൾക്കാരാണ്. ഇനി റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് അവരുടെ പാഷനുമായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ചത്തുപോകാതെ, ഒരിക്കലും നശിച്ചു പോകാതെ അതിൻ്റെ കൂടെ നിൽക്കുകയും ആ പാഷന് വേണ്ടി നമ്മൾ ജീവിതം നയിക്കുകയും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ടതെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ ആ സന്തോഷത്തിന് വേണ്ടി അവരെപ്പോഴും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രായമുള്ള ഈ രണ്ട് വ്യക്തികൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഞാൻ വേറൊരു കഥയുമായി വരുന്നതായിരിക്കും. അതുവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.